हिंदुस्तान की सारी भाइयों बहनों, सेलिब्रिटी किचन टीम तरफ से हमारी प्यारी नमस्कार. അതായത് ഇതുവരെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭായിയും ബഹനോ അതായത് സഹോദരി സഹോദരന്മാരെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വകയായിട്ട് നല്ലൊരു നമസ്കാരമാണ് പറഞ്ഞത്. ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. हम आज क्या कर रहे हैं? क्या आइटम बना रहे हैं हम लोग आज? ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം എനിക്ക് ഹിന്ദി അത്ര വശമില്ല. ചേച്ചിക്ക് मुझे भी हिंदी थोड़ा थोड़ा मालूम है. തോടാ പോലെ പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദിയിൽ മറ്റേ വാക്യത്തിൽ പ്രയോഗിക്കുന്ന പറഞ്ഞ കുറച്ചുണ്ട്. അപ്പം ഞാൻ ഗായ് ഏക്ക് പാൽത്തു ജാനുവർ ഗായ് കാ ദൂത്ത് ദേത്തി ഹേ, ഗായ് ദൂത്ത് അച്ഛാ ഹേ, ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ दूध अच्छा है. दूध हमारी क्या बोलते ग्लैमर. हैं? ग्लैमर नहीं, तंदूर उसका. തന്തൂർ ചിക്കൻ ആണോ? അല്ല. आज हम महाराष्ट्र की ट्रेडिशनल ऑथेंटिक काला चिकन बना रहे हैं. ഇത് എന്റെ കാലനാവരുത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ട്രഡീഷണൽ ഒത്തന്റിക് ആയിട്ടുള്ള ഡിഷാണ് കാലാ ചിക്കൻ. नहीं तो हमारी प्रेक्षकों को कुछ नहीं मालूम पड़ेगा. ഉച്ചിനെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, പിന്നെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനി പച്ച മലയാളത്തിൽ ഈ പറഞ്ഞു. കൊപ്ര തേങ്ങ എന്തിനാണ് അതെനിക്ക് അറിയണം ആദ്യം. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ എടുത്ത് ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ നമ്മൾ വലിയ പോണ്ടി വരും. പിന്നെ എന്താ ഇത് നമ്മൾ ശരിക്കും കനലിലിട്ട് നല്ല ചുട്ടെടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കനലില്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിന്റെ പുറത്തൊരു നെറ്റ് പോലത്തെ ഒരു കിടുപിടി വെച്ച് അതിന്റെ പുറത്ത് വെച്ചത് നമ്മൾ നല്ല കത്തിച്ച് നല്ല കറാന്നാക്കി എടുക്കും. അതാണ് അത് വന്നിട്ട് പറയാം കറ. ഓക്കെ, എന്തായാലും മെയിൻ ഒരു സംഭവം അതാണ്. ഈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് അതർ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് മഹാരാഷ്ട്ര ഡിഷ് ആയിട്ടുള്ള കാലാ ചിക്കൻ അത് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് എവിടെ ചേച്ചി പഠിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ മഹാരാഷ്ട്ര പോയപ്പോ അവിടെ വെച്ചിട്ട് ഈ കാലാ ചിക്കൻ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനൊരു സ്മോക്കി ടേസ്റ്റ് ഫ്ലേവറാണ്. റെസിപ്പി അപ്പൊ എങ്ങനെ പഠിച്ചു? റെസിപ്പി ഞാൻ അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കി. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. ഹിന്ദി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതാ മറാഠിയിലാണ് അവർ പറഞ്ഞത്? അല്ല, ഹിന്ദി. അവർ മറാഠീസ് ആണെങ്കിലും അവർക്ക് ഹിന്ദി, അവിടെ എല്ലാം മറാഠീസ് ഉണ്ടെങ്കിൽ അവരെല്ലാം ലോക്കലി ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ വീട്ടിനകത്ത് ഈ മറാഠി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ. അപ്പോൾ അവർ വെച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സ്മോക്കി ഫ്ലേവർ എനിക്ക് നമുക്കൊക്കെ മലയാളികൾക്ക് കുറച്ച് സ്മോക്കി ഇഷ്ടപ്പെടും. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇത് ചോദിച്ചു പഠിച്ചു. പക്ഷേ ഒന്ന് പറയട്ടെ, ഞാനിത് കുക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഞാനിത് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാലാ ചിക്കനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്ത്യൻ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താണ് ഡിഫറൻസ്? നമ്മുടെ ഇന്ത്യൻ ഫുഡിന്റെ ഡിഫറൻസ് ചേച്ചി പറഞ്ഞത് ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇത് സ്മോക്കി ഫ്ലേവറാണ്. നോർമലി ഇവിടെ നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കരിഞ്ഞ സ്മെല്ല് അതായത് ഫ്ലേവർ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നുറുക്ക് പണികൾ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആ സ്മോക്കി എഫക്ട് ഉണ്ടെങ്കിൽ പക്ഷെ കൂടി പോകാൻ പാടുണ്ടോ? അതോ കൂടിപ്പോകാൻ പാടില്ല. ഓക്കെ, വളരെ സട്ടിലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഈ കൊപ്ര നമ്മള് ചുട്ടെടുക്കത്തില്ലേ, ചുട്ടെടുക്കുമ്പോ അത് വളരെ കെയർഫുൾ ആയിട്ട് കൊപ്ര, സവാള, ചില്ലി മൂന്നും ചുട്ടെടുക്കണം. പക്ഷെ സവാള നമ്മൾ ചുട്ടെടുക്കും, അതിന് പക്ഷേ മുകൾ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്തിട്ട്. വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേച്ചി? ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. മെയിൻ നമ്മുടെ ചിക്കൻ, മെയിൻ ആയിട്ടുള്ള ചിക്കൻ ഇത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മെയിനായിട്ടുള്ള സാധനം മല്ലിയിലയാണ്. നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ജിഞ്ചറും ഗാർലിക്കും മല്ലിയിലയും ഒരു 2 ചില്ലിയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ ചിക്കനിൽ കുറച്ച് നേരം നമ്മൾ വെച്ചേക്കണം, പുരട്ടി വെച്ചേക്കണം. നമ്മുടെ ഇവിടെ സാധാരണ കേരളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ്, പക്ഷേ ഈ സ്മോക്കി ഇതാണ് ഡിഫറെന്റ് ആയിട്ട്. അത് ബാക്കി ഇത് ഈ സംഭവം ഈ കൊപ്രയും സവാളയും ഇത് നമ്മളൊന്ന് ഇതിന്റെ മെയിൻ നമ്മളത് കുക്ക് ചെയ്ത് നെയ്യിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ നമ്മുടെ കാലാ ചിക്കൻ ആണ്. നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷനിൽ നമ്മൾ മഹാരാഷ്ട്ര ഡിഷ് ആയിട്ടുള്ള കാലാ ചിക്കൻ ആണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഒരു വേറെ 2 ചപ്പാത്തിയും കൂടെ വെക്കുന്നുണ്ട്. ചപ്പാത്തി ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി വെക്കുന്നത്. ഗാർണിഷ് ചെയ്യാനല്ല, ചപ്പാത്തി കൂട്ടിയാണ് അത് കഴിക്കാൻ. ചപ്പാത്തി കൂട്ടിയാണ് കഴിക്കാൻ. ഓക്കെ, അപ്പം അടിപൊളിയായിരിക്കും. അപ്പൊ ഞാനും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, കാണുന്ന പ്രേക്ഷകർക്കും ഇത് പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ എന്തായാലും കാലാ ചിക്കൻ പൊളിയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. മിക്സിയുടെ ജാർ എടുത്തു. അല്ല, ഇതെന്താ ഒരു പച്ചക്കറി തോട്ടം മൊത്തം ഉണ്ടല്ലോ, ഈ ഇത്രയും മല്ലിയില എന്തിനാണ് ചേച്ചി? ഇതിന് മെയിൻ ഫ്ലേവർ മല്ലിയിലയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കടുക്കത്തില്ല? ഇല്ല. ഓ, അപ്പൊ കാലാ ചിക്കനിൽ സ്മോക്കി ഫ്ലേവറിന് പുറമെ നമ്മൾ വേറൊരു സ്പെഷ്യൽ സാധനമാണ്. കാരണം നമ്മൾ മല്ലിയില ഇത്രയും നമ്മൾ ഇവിടുത്തെ ഡിഷുകൾക്കൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് ഒരു കാട് മൊത്തം ഉണ്ടെന്ന്. പച്ചമുളക് 2 എണ്ണം മതി, മല്ലിയില കുറച്ച് ജാസ്തി ആയിരിക്കണം. അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി. കുറച്ച് വെള്ളം ഒഴിക്കൂ. അപ്പോൾ നമ്മുടെ തുടക്കം ചിക്കൻ മാരിനേഷനാണ്. അപ്പോൾ ആ മാരിനേഷനുള്ള കൂട്ടാണത്.
ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക, മഞ്ഞപ്പൊടി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് കളയണ്ട, വെള്ളം ഒഴിച്ച് ജാർ വെച്ച്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കറി വെച്ച് ലാസ്റ്റ് ഫൈനൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല കറി കറാന്നായിരിക്കുന്നത്. ഞാൻ കഴിച്ചത് നല്ല കറുത്ത കളറിലുള്ള ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ചിക്കനിലേക്ക് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി ഇത്രയിട്ട് മിക്സ് ചെയ്തതാണ്. ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൽ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് യമുന ചേച്ചി പറഞ്ഞതുപോലെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഉള്ളി, സവാള പ്ലസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കൊപ്ര തേങ്ങ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ശരിക്കും ഇത് കനലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, കനലിൽ വെച്ചിട്ട് നല്ല ഇത് ഫോളോ ചെയ്യരുത്. തീർച്ചയായിട്ടും ഇത് ഗ്രില്ലിംഗ് ആ ഒരു നെറ്റിനകത്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കനൽ വെച്ചിട്ട് അതിനകത്ത് ചെയ്യുക. കാരണം ഇപ്പം നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ബർണർ വലുതാണ്. അപ്പോൾ അത് ബർണർ വലുതായതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ആ ചെറിയ ഗ്രില്ലിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ സവാളയും നമ്മുടെ തേങ്ങയും നന്നായിട്ട് ചുട്ടെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്, നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ ആദ്യം നെയ്യ് ചൂടായി നമുക്കതിലേക്ക് സവാള ഇടാം. ഇനി ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് അതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തിയും കൂടെ അങ്ങ് പരത്താം അതിൻ്റെ കൂടെ. ഈ ചപ്പാത്തി ചിലരൊക്കെ പരത്തുമ്പോഴേ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് ഫുള്ള മാവായിരിക്കും. ആ ഏരിയ മൊത്തവും മാവ് വാരിയിട്ട് ഇതിനകത്തും കുറെ മാവ് വാരിയിട്ടിട്ട് ഈ ചപ്പാത്തി ഉണ്ടായി കഴിയുമ്പോൾ 1 കിലോ മാവ് അതിന്റെ ചുറ്റും കാണും. ഞാൻ ചെയ്തപ്പോ നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ആയോ. ഈ എന്താ പറയാ, മാവൊന്നും വേസ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ അത് ശ്രദ്ധിച്ച കാര്യമാണ്. കാരണം ഇത് കുഴയ്ക്കുന്ന സമയത്ത് ആ ബൗളിൽ പോലും മാവിന്റെ തരി ഉണ്ടോ നോക്കിയേ, എന്ത് പെർഫെക്ഷനാണ്. അതാണ്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ 2 പച്ചമുളക് അത് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ, അല്ല കുറച്ചുകൂട്ടിടാം. ഇനി കുരുമുളക് കുറച്ച്. അപ്പോൾ ഇത് നമ്മുടെ മസാല മൂത്ത് കഴിഞ്ഞു. നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആ നേരത്തെ മസാല അടിച്ചു വെച്ചതിൽ ജാറ് കഴുകി ഞാൻ വെക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഉപ്പ് നോക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കാം. ചിക്കൻ ഇവിടെ കിടന്ന് നല്ല വെന്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് ഞാൻ 2 റൊട്ടിയും കൂടെ ഉണ്ടാക്കട്ടെ. ഇനി നമ്മൾ ഈ ചിക്കനിൽ ഇടാത്തൊരു സാധനമുണ്ട്, ഞാൻ ഇതുവരെ ഇട്ടില്ല, ഗരം മസാല. ഇനി അതിടാം. ബേൺഡ് ആയിട്ടുള്ള കൊപ്ര തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും
ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലെടുത്തു. നമ്മുടെ ആ ചിക്കനിലോട്ട് അവനെ അങ്ങ് തട്ടുക. സോ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ മസാലയും അതുപോലെ തന്നെ ആ പേസ്റ്റും എല്ലാം കൂടെ ചേർത്തൊന്ന് സെറ്റ് ആവട്ടെ. കറുപ്പല്ലേ? നല്ല കറുപ്പായി തുടങ്ങി. ഇനി അത് വറ്റി വരുമ്പോൾ നല്ല കറുപ്പാവും. അപ്പോൾ തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ചേച്ചി ഇതാ ചപ്പാത്തി പരത്തുന്നു, ഞാൻ ഗാർണിഷിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ കാല ചിക്കൻ റെഡിയായി, നമ്മുടെ റൊട്ടിയും റെഡിയായി. ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത് ജഡ്ജ് പറയും, നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് പറയും. അതെ, ഓക്കെ, താങ്ക് യു. ഇപ്പം ഇതിനകത്ത് കാല ചിക്കൻ, ഇപ്പം ഈ ഡിഷ് മഹാരാഷ്ട്രീയൻ ഫുഡാണ്. ഇതിനെ ഇപ്പം ചേച്ചി നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ പക്ഷെ കഴിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കാല ചിക്കൻ എന്ന് പറയുന്നത് 2 വേർഷനിലാണ് വരുന്നത്. ഒന്ന് കാല ചിക്കൻ എന്ന് പറയുന്നത് തന്നെ ചിക്കൻ ഉണ്ട്, കരിങ്കോഴി എന്ന് പറയുന്ന ചിക്കൻ തന്നെ ഉണ്ട്. അത് ഒരു വേർഷൻ ഓഫ് കുക്കിംഗ് ആണ്. പിന്നെ കാല കളറിലുള്ള ചിക്കൻ, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പം ഇത് എത്രത്തോളം ബ്ലാക്ക് ആക്കാൻ പറ്റുന്നോ അതെ അത്രത്തോളം നിങ്ങളെ ചിക്കൻ കാല ചിക്കൻ. ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് സോട്ട് ചെയ്ത് നല്ല രീതിയിൽ അതിനെ കാല ചിക്കനാക്കി മാറ്റുന്നിടത്ത് അത് കാല ചിക്കനായി മാറുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്തായാലും. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു ഡിഷ്. അതിപ്പോൾ എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്താലും അതിന് കാല ചിക്കൻ എന്ന് പറയുന്ന പേരിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ബ്ലാക്ക് പെപ്പർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മഹാരാഷ്ട്രീയൻ ഫ്രണ്ട്സ് ഉണ്ട്, മനസ്സിലായില്ല. അപ്പം ഇത് പിന്നെ ഒരു പറഞ്ഞോട്ടെ, പിന്നെ ഇതിനെ വേറൊരു രീതിയിലും ചെയ്യാം. എള്ള് വറുത്തിട്ട് പൊടിച്ചു വിടാം ഇതില്. പൊന്നുമോളെ, ഇത് എള്ളിലാണ് ചെയ്തതെങ്കിൽ നമ്മളുടെ പാലറ്റ്സ് ഇത് സെലിബ്രേറ്റ് ചെയ്യും. ആണല്ലേ? പക്ഷെ എനിക്ക് എള്ളില് ചെയ്യാൻ ഒരു പേടി, അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ എള്ളുണ്ട മനസ്സിൽ നമ്മളുടെ ഇവിടെ ടേസ്റ്റ് പിടിക്കുമോന്ന് അറിയാം. ടേസ്റ്റ് ഒരു അടുത്ത പ്രാവശ്യം കോമ്പറ്റീഷനിൽ മനസ്സിലാക്കേണ്ടത് ടേസ്റ്റ് അല്ല പ്രധാനം, ഡിഷിന് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ദീപന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അത് നല്ലൊരു ഡിഷ് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പേഴ്സണൽ ചോയ്സ് വേറെ ആയിരിക്കും. നമ്മൾ എല്ലാം പേഴ്സണൽ ആവുന്നു ഇവിടെ, അത് പാടില്ല. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണൽ, ഇറ്റ് ഈസ് പ്രൊഫഷണൽ. പേഴ്സണൽ ടച്ച് നമ്മൾ കുക്കിങ്ങിനാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്, അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ആ കാല ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചാതെ കുറച്ചും കൂടെ ഒരു ബ്ലാക്കിഷ് നല്ല കറുത്തിരിക്കും, അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ബട്ട് ദിസ് ഡിഷ് ഇസ് നൈസ്. താങ്ക് യു.